സ്ക്രീന് കാണാമല്ലോ അല്ലേ? യെസ് സർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ബീംസിൻ്റെ ഇതാണ്. ബീംസിൻ്റെ ഇതിൽ മാക്സിമം അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10 അല്ലെങ്കിൽ 20 മാർക്കിന് ഉറപ്പായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ബീംസിലുള്ളത്. ഓക്കെ. അപ്പം ബീംസ് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ബീംസ് അറിയാം. ഇത് കാൻഡിലിവർ ബീമാണ്, ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഓവർ ഹാങ്ങിങ് ബീമാണ്. ഇതെന്ന് പറഞ്ഞാൽ കാൻഡിലിവർ ബീം. ഓക്കെ. ടൈപ്സ് ഓഫ് ബീം എടുക്കുകയാണെങ്കിൽ ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഇതെന്ന് പറഞ്ഞാൽ ഓവർ ഹാങ്ങിങ് ബീം. ഈ മൂന്നുമാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ്. എന്തൊക്കെ സപ്പോർട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഫിക്സഡ് സപ്പോർട്ടും റോളർ സപ്പോർട്ടും ആണ്. ഫിക്സഡ് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ കാണും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കാണും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഫിക്സഡ് സപ്പോർട്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ എ ആണെങ്കിൽ ഇത് ഇങ്ങനെയാണ് ബീം ഇരിക്കുന്നതെങ്കിൽ ഇവിടെ RA ഓഫ് വെർട്ടിക്കലും ഇത് RA ഓഫ് ഹൊറിസോണ്ടലും കണ്ടുപിടിക്കുന്നത്. പിന്നെ RA കണ്ടുപിടിക്കുന്ന ഫോർമുല √RA ഓഫ് H² പ്ലസ് RA ഓഫ് V². ഓക്കെ. അതാണ് RA കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇൻ ദ കേസ് ഓഫ് ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി റോളർ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ. ഇത് എ ആണെങ്കിൽ ഇപ്പോൾ RA ഇത്രയേ കാണത്തുള്ളൂ, വേറെ ഒന്നും കാണത്തില്ല. ഇനി സപ്പോസ് എങ്ങനെയാണ് ഇൻക്ലിനേഷൻ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇത് RA cos 30, RA sin 30. ഓക്കെ. അപ്പോൾ ഇതിൽ RA മാത്രമേ ഉള്ളൂ, RA V, RA H ഒന്നും ഇല്ല. ഓക്കെ. അടുത്ത നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതാണ് സപ്പോർട്ടായി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ പോയിന്റ് ഓർ കോൺസെൻട്രേറ്റഡ് ലോഡ്. ഓക്കെ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ ഒരു കാൻഡിലിവർ ബീം എടുക്കുകയാണെങ്കിൽ ഇതൊരു 5 kN, ഇതൊരു 8 kN. ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എത്രയാണ്? -5 -8 -13 kN ആണ് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബീം. ഓക്കെ. ഇനി മൊമെന്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. മൊമെന്റ് ആണെങ്കിൽ എന്താണ്? ഇപ്പം ഇതൊരു 3 മീറ്റർ, ഇതൊരു 2 മീറ്റർ ആണെങ്കിൽ മൊമെന്റ് അബൌട്ട് ഇതാണ് A ആണെന്ന് വെക്കാം. മൊമെന്റ് അബൌട്ട് A എടുക്കുകയാണെങ്കിൽ -5 × 2 -8 × 3. അതാണ് നമ്മുടെ ടോട്ടൽ kN/m. ഇതാണ് നമ്മുടെ ടോട്ടൽ മൊമെന്റുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് പോയിന്റ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ ആക്ട് ആവുന്ന ലോഡിനാണ് പോയിന്റ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം അതിന്റെ മൊമെന്റോ കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ. അടുത്ത കേസ് എടുക്കുകയാണെങ്കിൽ UDL, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, UDL എന്നാണ് പറയുന്നത്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാൻഡിലിവർ ബീം ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഫോഴ്സ് ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 5 kN/m ഇരിക്കുകയാണെന്ന് നോക്കിയാൽ ഇതൊരു 3 മീറ്റർ ഇരിക്കുകയാണ്. ഇതൊരു 3 മീറ്ററാണ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസിനെയാണ്. അതായത് UDL എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. 3 മീറ്റർ ഫുള്ളും ഈ 5 kN ഉണ്ടെന്നാണ് മീനിങ്. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും ഫോഴ്സ് -5 × 3. മൈനസ് എന്തുകൊണ്ടാണ്? താഴോട്ട് ആക്ട് ആവുന്നുണ്ട്. സോ -5 × 3 ആക്ട് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ -15 kN കിട്ടും. ഓക്കെ. ഇനി മൊമെന്റ് അബൌട്ട് A എടുക്കുകയാണെങ്കിൽ -5 × 3, അതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും UDLന്റെ ഹാഫ് എടുക്കുക, അതായത് 3/2 പ്ലസ് റിമൈനിങ് ഡിസ്റ്റൻസ്. അതാണ് നമ്മൾ സാധാരണ ഇതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മൊമെന്റ് കിട്ടും, kN/m കിട്ടും. ഓക്കെ. ഇതാണ് UDL എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോവുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കാം ചോദിക്കുന്നത്. ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇരിക്കുകയാണ്. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഇത് A ആണ്, ഇത് B ആണെന്ന് വെക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു 5 kN ആക്ട് ആവുന്നുണ്ട്, ഇവിടെ ഒരു 8 kN ആക്ട് ആവുന്നുണ്ട്, ഇവിടെ ഒരു UDL ആക്ട് ആവുന്നുണ്ട്. ഓക്കെ. ഇതിനൊരു 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഒരു 3 kN/m അറ്റ് 4 മീറ്റർ. ഓക്കെ. ഇതൊരു 3 മീറ്റർ, ഇതൊരു 3 മീറ്റർ. സോ ഇതേപോലത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഓൺലി 2 സ്റ്റെപ്സ് ഓർത്ത് വെച്ചേക്കുക. ഓൺലി 2 സ്റ്റെപ്സേ ഉള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്സ്. ഓക്കെ. ഏതൊക്കെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടോട്ടൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം കണ്ടുപിടിക്കുക, അതായത് ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ. ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് കണ്ടുപിടിക്കുക. രണ്ടാമതെന്ന് പറഞ്ഞാൽ മൊമെന്റ് അബൌട്ട് A കണ്ടുപിടിക്കുക. ഈ രണ്ടും കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അവർ ചോദിക്കുന്നതാണ് ഫൈൻഡ് ദ റിയാക്ഷൻസ് അറ്റ് RA ആൻഡ് RB കണ്ടുപിടിക്കാൻ പറയും.
ആർ എ ആൻഡ് ആർ ബി കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് 2 സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. ഡയറക്റ്റ്ലി നമുക്ക് എത്ര മാർക്ക് കിട്ടും? 14 മാർക്ക് കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കിയറിയാം. ഇതേപോലത്തെ ബീമിൻ്റെ ക്വസ്റ്റ്യനിൽ ഏകദേശം 25 മാക്സിമം 25 മാർക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. പഴയ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട്, നോക്കിയാൽ മതി. അല്ലെങ്കിൽ 25 മാർക്ക് വരെ മാക്സിമം ബീമിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് മിനിമം 15 അല്ലെങ്കിൽ 10 മാർക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇത്. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 10 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ 2 സ്റ്റെപ്പ് നോക്കുക. ഒന്ന് സിഗ്മ വെർട്ടിക്കലും മൊമെന്റും മാത്രം കണ്ടുപിടിക്കുക. വെർട്ടിക്കൽ എന്താണ്? അപ്വേർഡ് ആക്ട് ആവുന്ന ഫോഴ്സും ഡൗൺവേർഡ് ആക്ട് ആവുന്നത്. അപ്പോൾ വെർട്ടിക്കൽ നമുക്ക് സിഗ്മ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ എ. അപ്പോൾ ഇതിനെ നമ്മൾ ആർ എ ആയിട്ടും ഇതിനെ ആർ ബി ആയിട്ടും എടുക്കാം. അപ്പോൾ ആർ എ -5 -8. അപ്പോൾ ഫോഴ്സ് ഉള്ള എല്ലാം പോയിന്റ് ലോഡാണ്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ യു ഡി എൽ ആണ്. യു ഡി എല്ലിൻ്റെ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് 3 × 4. ഓക്കെ, 3 × 4 plus RB is equal to 0. അപ്പോൾ ഇതിൽ നിന്ന് എന്തായിട്ടും 6 + RB is equal to എന്തായിട്ടും 5 8 4 13 25. ഇക്വേഷൻ നമ്പർ 1. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് മൊമെന്റ് അബൌട്ട് എ കണ്ടുപിടിക്കുക. മൊമെന്റ് അബൌട്ട് എ എങ്ങനെ കണ്ടുപിടിക്കുക? മൊമെന്റ് -5 ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെന്റ്. -5 × 3 -8 × 6 -3 × 4 ആണ് അതിൻ്റെ ഫോഴ്സ്. ഡിസ്റ്റൻസ് എത്രയാണ്? എപ്പോഴും യു ഡി എല്ലിൽ ഹാഫ് നിന്നാണ് ഡിസ്റ്റൻസ് എടുക്കുന്നത്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 4/2 + 6 പ്ലസ് എത്രയാണ്? 10 RB is equal to 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എന്താ 10 RB ഇവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം അപ്പുറത്ത് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് RB കിട്ടും. RB എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആർ കിട്ടും. ഇങ്ങനെയുള്ള 2 സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും ഇതേപോലത്തെ പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഇതേപോലത്തത് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇനി ഫിക്സഡ് സപ്പോർട്ട്. അപ്പോൾ അത് വൺ ഓഫ് ദ പ്രോബ്ലം. അതേപോലത്തെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് സപ്പോർട്ട് ഇങ്ങനെ വരും. ഓക്കെ, ഇതൊരു റോളർ സപ്പോർട്ട് ഇങ്ങനെ കാണും. ഓക്കെ, അവരിത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ഫോഴ്സ് 5 kN, ഇതൊരു 2 kN, ഇതൊരു 6 kN. ഓക്കെ, ഇവിടെ ഒരു യു ഡി എൽ കൂടെ 4 kN/m. ഓക്കെ, ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 മീറ്റർ. ഓക്കെ, ഇതൊരു 2 മീറ്റർ, ഇതൊരു 3 മീറ്റർ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ ആംഗിൾ തരും ഒരു 30 ഡിഗ്രി. ചിലപ്പോൾ ഇവിടെ ആംഗിൾ തരാതെ ഇവിടെ 1 2 എന്നൊക്കെ തരും. അപ്പോൾ എന്ത് തന്നാലും ഇപ്പോൾ ഇങ്ങനെ തരാണെങ്കിൽ ആംഗിൾ തരാണെങ്കിൽ എന്താ 1 2 ആണെങ്കിൽ ഈ തീറ്റയാണ് ഇതാ ഇവിടുത്തെ തീറ്റ. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 30 ഡിഗ്രി എന്നാ എന്തെങ്കിലും വയ്ക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 3 സ്റ്റെപ്സ് ആണുള്ളത്. സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഓൺലി 3. നേരത്തെ 2 സ്റ്റെപ്സ് ആണ്. ഇപ്പോൾ ഇൻക്ലിനേഷൻ ഹൊറിസോണ്ടൽ ഉണ്ടെങ്കിൽ 3 സ്റ്റെപ്സ് ആണ്. ഒന്ന് സിഗ്മ എച്ച് കണ്ടുപിടിക്കുക, സിഗ്മ വി കണ്ടുപിടിക്കുക, മൊമെന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് എ എന്ന് വയ്ക്കുക, ഇതാണ് ബി എന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാം ഫിക്സഡ് സപ്പോർട്ടിൻ്റെ സപ്പോർട്ട് എന്താണ്? ആർ എ ഓഫ് വെർട്ടിക്കലും ഉണ്ട്, ആർ എ ഓഫ് ഹൊറിസോണ്ടലും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താണ്? ഹൊറിസോണ്ടൽ കണ്ടുപിടിക്കുക. സിഗ്മ ഹൊറിസോണ്ടൽ ഈസ് ഈക്വൽ ടു നമുക്ക് ഗ്രാഫിനനുസരിച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. അപ്പോൾ ഇവിടത്തോട്ട് പോസിറ്റീവ്, ഇങ്ങോട്ടോട്ട് നെഗറ്റീവ്, അതേപോലെ മുകളിലോട്ട് പോസിറ്റീവ്, താഴോട്ട് നെഗറ്റീവ്, ആ ഫോഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ എടുക്കുമ്പോൾ ആർ എ ഓഫ് എച്ച് പോസിറ്റീവ് ആണ്, മൈനസ് ഇതെടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ടും 2 ഫോഴ്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ -6 cos 30. എന്തുകൊണ്ടാണ്? ആംഗിൾ ഉള്ളതുകൊണ്ട് -6 cos 30. മൈനസ് അല്ല പ്ലസ്, കാര്യം പോസിറ്റീവ് എക്സ് ആക്സിസിലാണ്. അടുത്ത എന്താണ്? ഇവിടെ 5 എടുക്കുകയാണെങ്കിൽ -5 cos 30 പ്ലസ് എത്രയേ ഉള്ളൂ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും? ആർ എ ഓഫ് എച്ച് കിട്ടും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സിഗ്മ വെർട്ടിക്കൽ എടുക്കുക. സിഗ്മ വെർട്ടിക്കൽ എടുക്കുമ്പോൾ ആർ എ ഓഫ് വി -6 sin 30 -2 -5 sin 30 -4 × 3 യു ഡി എൽ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു 0. അതായത് ആർ എ ഓഫ് വി പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ കിട്ടും, ഇക്വേഷൻ നമ്പർ 2. മൂന്നാമത്തെ മൊമെന്റ് അബൌട്ട് എ. അപ്പോൾ മൂന്നാമത്തേൽ നമ്മൾ മൊമെന്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വെർട്ടിക്കൽ മാത്രമേ എടുക്കാവൂ. അതായത് -6 sin 30
ഇൻറ്റു 2 മൈനസ് 2 ഇൻറ്റു 5 മൈനസ് 5 സൈൻ 30 ഇൻറ്റു 7 മൈനസ് 4 ഇൻറ്റു 3 അതാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര വരും 3/2 പ്ലസ് 7 പ്ലസ് ആർ ബി ഇൻറ്റു 3 പ്ലസ് 6 പ്ലസ് 4 10 ഈസ് ഈക്വൾ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും ആർ ബി കിട്ടും. ആർ ബി എടുത്ത് ഇവിടെ ജസ്റ്റ് ചെയ്യുമ്പോൾ ആർ എഫ് വി കിട്ടും. ഇവിടെ ആർ എഫ് എച്ച് ആൾറെഡി കിട്ടി. അപ്പോൾ അതിൽ ആർ എ കണ്ടുപിടിക്കണമെങ്കിൽ ആർ എ ഈസ് ഈക്വൾ ടു റൂട്ട് ഓഫ് ആർ എഫ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് ആർ എഫ് വി ദി ഹോൾ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ ആൻസർ. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതേപോലത്തെ പ്രോബ്ലം വരികയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുമല്ലോ അല്ലേ അജ്മൽ? ഫുൾ കിട്ടൂലേ? ശിവ ഇത് ഓക്കെ അല്ലേ? മീനാക്ഷിക്ക് ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതേപോലത്തെ ആണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരാം. ഒരു -2 കിലോ ന്യൂട്ടൺ ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ, ഇവിടെ വെച്ചിട്ടൊരു 3 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിക്കാനുള്ള ചാൻസുകളുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഒരു 2 മീറ്റർ, ഇതൊരു 2 മീറ്റർ, ഇതൊരു 3 മീറ്റർ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പോൾ ഇത് എ ഇത് ബി, ഫൈൻ ദ റിയാക്ഷൻ ആർ എ ആൻഡ് ആർ ബി. അപ്പം ഇതേപോലത്തെ സംഭവം വരികയാണെങ്കിൽ ഇതേപോലത്തെ വരികയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ കപ്പിളാണ്. ഓക്കെ, കപ്പിൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുക, 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യാൻ പാടില്ല, വെർട്ടിക്കൽ ഫോഴ്സിൽ എഴുതാൻ പാടില്ല. ഓക്കെ, നമ്മൾ വെർട്ടിക്കൽ എഴുതല്ലോ. ഇപ്പോൾ -2 ഇപ്പം നമുക്ക് എഴുതുമ്പോൾ -2 -3 എന്നൊന്നും എഴുതി കളയല്ലേ, പ്ലസ് ആർ ബി ഈസ് ഈക്വൾ ടു 0. ഇതനുസരിച്ച് അപ്പോൾ 6 പ്ലസ് ആർ ബി ഈസ് ഈക്വൾ ടു 2 എന്ന് കിട്ടും. അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊമെൻ്റ് എടുക്കുമ്പോൾ 3 ഇൻറ്റു 6 എന്ന് 3 ഇൻറ്റു 4 എന്നൊന്നും ഒരു എഴുതി കളയല്ലേ. ഓൺലി 3 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിടക്കുന്നതാണ്. 3 കിലോ ന്യൂട്ടൺ മീറ്റർ ആയതുകൊണ്ട് മീറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ ആണ് ഇവിടെ ഇട്ടേക്കുന്നത്. അതായത് മൊമെൻ്റ് അബൌട്ട് എ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ -2 ഇൻറ്റു 2 അത് ഓക്കെയാണ്. അടുത്തത് -3 അത്രയേ ഉള്ളൂ. അതായത് ഇങ്ങനെയാണെങ്കിൽ ക്ലോക്ക് വൈസ് -3, തിരിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് പ്ലസ് എടുക്കുക, ഇത് മൈനസ് എടുക്കുക നമ്മുടെ ഇതനുസരിച്ച്. അപ്പോൾ -3 മാത്രം എടുത്താൽ ഒരിക്കലും ഡിസ്റ്റൻസ് എടുക്കണ്ട. പ്ലസ് ആർ ബി ഇൻറ്റു എത്രയാണ് 3 + 4 7. അപ്പോൾ അതിൽ നിന്ന് ഈക്വൾ ടു 0 കൊടുക്കുമ്പോൾ ആർ ബി കിട്ടും. ആർ ബി എടുത്ത് ഇവിടെ ജസ്റ്റ് ചെയ്യുമ്പോൾ ആരെ കിട്ടും. അങ്ങനെ 2 സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പം ഈ കപ്പിൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കാര്യം. അടുത്തത് ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അടുത്തതിലോട്ട് പോകാം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ട് ഇങ്ങനെ ചോദിക്കും 2 കിലോ ന്യൂട്ടൺ ആക്ടിങ് 3 മീറ്റർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ഓഫ് ദിസ്. ഇപ്പോൾ ഇത് എ ഇത് ബി, ഈ സി എന്നുള്ള പോയിന്റ് ചെയ്യുന്നു. പിന്നെ വേറെ നമുക്കൊരു 2 കിലോ ന്യൂട്ടൺ വേണമെങ്കിൽ ഇവിടെ ഇടാം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് അവരിങ്ങനെ തരും. അപ്പോൾ ഇതൊരു 3 മീറ്റർ, ഇതൊരു 2 മീറ്റർ, ഇതൊരു 4 മീറ്റർ എന്ന് വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തരാണെങ്കിൽ ആക്ച്വലി കപ്പിൾ ആൻഡ് ഫോഴ്സും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇത് ഇങ്ങനെ കിട്ടും. അതായത് ഇതിനെന്താ 2 കിലോ ന്യൂട്ടൺ ഇവിടെ എഴുതാം. ഈ 2വിനെ നമ്മൾ ഇവിടെ കൊണ്ട് എഴുതുന്നു, സിയിലെ ഈ പോയിന്റിൽ എഴുതുന്നു 2 കിലോ ന്യൂട്ടൺ. എഴുതിയ ശേഷം ഇങ്ങനെ ഇവിടെ ഒരു വരയ്ക്കുന്നു. 2 × 3 എത്ര 6 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് എന്തായിരുന്നു, വെർട്ടിക്കൽ എഴുതുമ്പോൾ -2 6 വേണ്ട, പ്ലസ് 6 പ്ലസ് ആർ ബി, അതായത് 6 പ്ലസ് ആർ ബി എത്ര കിട്ടും, 6 പ്ലസ് ആർ ബി, അതായത് 6 പ്ലസ് ആർ ബി സികൾ 4 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, മൊമെൻ്റ് അബൌട്ട് എ എടുക്കുകയാണെങ്കിലോ -2 ഇൻറ്റു എത്ര 3, അടുത്ത -2 ഇൻറ്റു 5 -6 പ്ലസ് ആർ ബി ഇൻറ്റു ടോട്ടൽ എത്ര 4 3 7 9 9 ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ആർ ബി കിട്ടും. അപ്പോൾ ആർ ബി എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ ഇതേപോലത്തെ വെർട്ടിക്കൽ വരെയാണെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഈ സംഭവം. ഓക്കെ, തെറ്റിക്കാൻ വേണ്ടി അവർ തരും. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. അടുത്തതിലോട്ട് പോട്ടോ. അടുത്തത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. അതായത് ഇങ്ങനെ ഒരു ഫോഴ്സ് വെച്ചിട്ട് ഇങ്ങനല്ല,
2 കിലോമീറ്റർ ഹൊറിസോണ്ടൽ ഇൻറ്റു 3. ഓക്കെ, ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലോ എ ആൻഡ് ബി ഇതിൻ്റെ ഡിസ്റ്റൻസ് ഇപ്പം 3 മീറ്റർ 3 മീറ്റർ. ഇങ്ങനെ തരികയാണെങ്കിലോ RA പ്ലസ് RB. ഇവിടെ എന്താണ്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വരും. 3 × 2 6 കിലോമീറ്റർ. ഇതിൽ നോക്കി, ഇതിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. നമ്മൾ നേരത്തെ വെർട്ടിക്കൽ ഫോഴ്സ് ആയതുകൊണ്ട് ആ ഫോഴ്സും എടുത്തു, അതിൻ്റെ ഇത് റൊട്ടേഷനും എടുത്തു. പക്ഷേ ഇതിലെന്താണ്, ഓൺലി ഹൊറിസോണ്ടലിൽ ഇത് മാത്രം എടുത്താൽ മതി. അതാണ് വ്യത്യാസം. ഓക്കെ, സോ ഹൊറിസോണ്ടൽ ആക്ച്വലി ഇവിടെ വന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി 2 × 0 0 ആയി പോകും. അതുകൊണ്ട് നമുക്ക് ഇത്രയും എടുത്താൽ മതി, 3 മീറ്റർ 3 മീറ്റർ. അപ്പോൾ നമുക്ക് ആൻസർ എഴുതുമ്പോൾ RA + RB = 0 എന്ന് കിട്ടും. കാര്യം ആ ഫോഴ്സ് എടുക്കാൻ പാടില്ല. അതിൻ്റെ മൊമെൻ്റ് എടുക്കുമ്പോൾ മൊമെൻ്റ് അബൌട്ട് A എടുക്കുകയാണെങ്കിൽ -6 മാത്രമേ ഉള്ളൂ, പ്ലസ് RB × 6. അപ്പോൾ RB ഇത്ര തൊട്ട് 1 കിട്ടും, RA 0, RA -1 കിട്ടും. ഇത്രയുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് അതിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നോക്കുക. ഇത്രയാണ് നമുക്ക് ബീംസിലുള്ള സെക്കൻഡ് മോഡ്യൂളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ബീംസിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അവർ ചോദിക്കുന്ന ടൈപ്സ് ഓഫ് ബീംസ്, ഫിക്സഡ് ബീം എന്താണ്, കാൻഡിലിവർ എന്താണ്, സിംപ്ലി സപ്പോർട്ട് ബീം, അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഈ ബീംസിൻ്റെ ഇതിൽ? ബീംസിൻ്റെ ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് കാണിച്ചു തരണോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ? അത് വേണമെങ്കിൽ ഒന്നുകൂടെ ഇതിൽ ഡിസ്പ്ലേ ചെയ്യപ്പോൾ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, ഞാൻ അതിലോട്ട് കയറിക്കോട്ടെ. നിങ്ങളുടെ ഇതിൽ തന്നെ മെക്കാനിക്സിൻ്റെ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിലെ ബീംസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വെച്ചാൽ കണ്ട, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻസ് ആണ് RA ആൻഡ് RB. 8 × 5 8 പണ്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ആഗസ്റ്റ് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത ട്രാൻസ്മിഷൻ. ഓക്കെ, ഫൈൻഡ് ദ ബ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 8 × 5 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അടുത്തത് ഒരു ബീമിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു, 10ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്ത വീണ്ടും 11ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ 10 മാർക്കാണ്. 11ാമത്തെ ക്വസ്റ്റ്യന് വീണ്ടും കണ്ട, ഞാൻ ചോദിച്ച ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ വരും, ആർക്കെങ്കിലും പറയാമോ? ഈ ക്വസ്റ്റ്യൻ 8 ഹൊറിസോണ്ടൽ ആയിട്ട് 2 ഇങ്ങനെ. അപ്പോൾ അതിന് ഏതൊക്കെ ഫോഴ്സ് വരും അവിടെ, ആർക്ക് പറയാൻ? സ്ക്രീൻ കാണുന്നുണ്ട്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച ഫിക്സഡ് സപ്പോർട്ട്, റോളർ സപ്പോർട്ട്. അപ്പോൾ RAF, RAF 4 cos θ 4 sin θ. പിന്നെ -8 അങ്ങോട്ട് പോകുന്നുണ്ട്. 8 × 2 എത്ര? 16 ആണ്. അജ്മൽ ഇത് മനസ്സിലായോ? 8 × 2 16. അപ്പോൾ ഏതൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുമോ? ഇല്ല, ഇല്ലേ? അപ്പോൾ 16 എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്ക് വൈസ് മാത്രമേ വരത്തുള്ളൂ. സപ്പോസ് 8 വെർട്ടിക്കൽ ആയിരുന്നെങ്കിൽ വെർട്ടിക്കൽ ഫോഴ്സും വരും, അതിൻ്റെ കപ്പിളും വരും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാമല്ലേ ഇതേപോലത്തെ പ്രോബ്ലം എന്നാൽ? ശിവ ചെയ്യാമല്ലേ ഇതേ പ്രോബ്ലം? ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കി, ഈ 10ാമത്തെ ക്വസ്റ്റ്യനും ഇതാണ് ചോദിച്ചിരിക്കുന്നത്. 9ാമത്തെ 11ാമത്തെ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. 10 10 20 മാർക്ക് കിട്ടും ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ. 20 ഈ 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 25 മാർക്കാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, ബീമിൻ്റെ മാത്രം ക്വസ്റ്റ്യൻ ആയിട്ട് 25 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം പിന്നെ മോളിൽ ചോദിച്ചേക്കുന്ന ഹെക്സഗൺ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ, ഞാൻ അടുത്ത ആഴ്ച ഈ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് വയ്ക്കാം. നിങ്ങൾ നോക്കിയിട്ട് റെക്കോർഡർ വീഡിയോ ഉണ്ടല്ലോ, ഇതിൽ കാൽക്കുലേറ്റ് ദി റിയാക്ഷൻ സെറ്റ് ചെയ്യാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്ക്. അതിനുശേഷം താഴെ 11ാമത്തെ ക്വസ്റ്റ്യൻ പിന്നെയും ചോദിച്ചിട്ടുണ്ട്.
പിന്നെ താഴെ ഉണ്ടോ? ഇല്ല. 11 അപ്പോൾ 10 മാർക്കും ഒരു 15 മാർക്കിന് ഈ ക്വസ്റ്റിന് മാത്രം ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കണം, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇതാ ചോദിച്ചേക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ 11ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട്. 10 മാർക്കിന് എന്തായാലും ചോദിക്കും, ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ അതില്ലാത്ത ക്വസ്റ്റ്യൻ ഇല്ല, അപ്പോൾ അത് ഉറപ്പായിട്ടും പഠിച്ചിട്ടേ പോകാവും. ഇതാ 10ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത 11B, 10 മാർക്ക് 5 മാർക്ക് 15 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫിക്സഡ് സപ്പോർട്ടും റോളർ സപ്പോർട്ടും വരുന്ന പ്രോബ്ലമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും മുകളിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ ഡിറ്റർമിൻ ദി മൊമെന്റ് ഓഫ് ഫോഴ്സ്, മൊമെന്റും ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഇതാ 11A ചോദിച്ചിട്ടുണ്ട്. 11B കപ്പിളിൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചത്. ഡിഫൈൻ കപ്പിൾ ആൻഡ് എക്സ്പ്ലെയിൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു. ഫൈൻഡ് ദ റിയാക്ഷൻസ് ഓഫ് സപ്പോർട്ട്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി ഒരു 10 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. നല്ല രീതിയിൽ 10 മാർക്കല്ല, അതിൽ കൂടുതൽ കിട്ടും. ഇതിൽ ചോദിച്ചേക്കണം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് 9B ഒരു ബീമിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത 11B വീണ്ടും ഡിറ്റർമിൻ ദി ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ 6, 10, 11, 5, 16 മാർക്കിന് ഇതിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇതിലും എത്രാമത്തെ ക്വസ്റ്റ്യൻസ്? ഇതിൽ നോക്കി 11ാമത്തെ ക്വസ്റ്റ്യൻ 10 മാർക്കിന്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 11, 12 2 ക്വസ്റ്റ്യൻ. 11ാമത്തെ മാർക്കിന് 10 മാർക്ക്, 12നും 10 മാർക്ക്, 19, 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മോളിൽ ഇനി ഉണ്ടോ എന്നറിയാം. 2ാമത്തെ ക്വസ്റ്റ്യൻ വേർഡിങ്ങിലാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻസ്, കാണാൻ പറ്റും. Find the support reactions of a cantilever beam span 6 meter carrying UDL of 6 kilonewton. അപ്പോൾ ഈ ഒരു വേർഡിങ്ങിലാണ് തന്നെ ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻസ് ഓഫ് എ കാൻഡിലിവർ ബീം. കാൻഡിലിവർ ബീം സ്പാൻ 6 മീറ്റർ. കാൻഡിലിവറിൻ്റെ 6 മീറ്റർ ലോങ് ആണ്, ക്യാരിങ് UDL 6 kilonewton ആണെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്ര 25 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 2ാമത്തെ ക്വസ്റ്റ്യൻ, അതേപോലെ 11ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻഡ് ആൾസോ 12ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇത്രയാണ്. അപ്പം ബീംസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ക്ലോസ് ചെയ്യാം, നിർത്താം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Yes, sir.